ഹായ് നമസ്കാരം. ഷാഹിറാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഓരോ വിശേഷങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ദിവസവും 1,00,000-ലധികം, കണക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1,27,000-ലധികം ആൾക്കാരാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് ഒരു ദിവസം ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അത്രയും ഫാസ്റ്റായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം പേയ്മെൻറ്റ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. നമുക്കൊന്നിലധികം ഐ ഡി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐ ഡി ആണെങ്കിൽ കൂടി നമ്മളെ അക്കൗണ്ടിലേക്ക് അഥവാ ഹൈറിച്ച് ആക്ടിവേഷൻ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ റെഡീം കൂപ്പണായിട്ടുള്ള 10,000 രൂപയുടെ റെഡീം കൂപ്പണിൽ വരുന്ന എമൗണ്ട് ഡിജിറ്റൽ പൂൾ ഇൻകം എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതാണ് നമുക്കിന്ന് കാണിക്കുന്നത്. ഞാനൊരു ഐ ഡി ആദ്യം ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മൾ ക്രോമിൽ ഒരു ഐ ഡി ഓപ്പൺ ആക്കുകയാണ്. യെസ്, കണ്ടോളൂ. ഈ ഒരു ഐ ഡിയിൽ ഇപ്പോൾ നിലവിൽ ഡിജിറ്റൽ പൂൾ ഇൻകം ഒന്നുമില്ല. ഓക്കെ, ഈ കാണുന്ന കോയിൻ എന്നുള്ളത് കോയിൻ വിഡ്രോവൽ എന്ന് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു എമൗണ്ട് ക്രിപ്റ്റോ ആയിട്ട് HRC ആയിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആദ്യം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മദർ ഐ ഡി, ദിസ് ഈസ് യുവർ മദർ ഐ ഡി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആദ്യം മദർ ഐ ഡിയുള്ള എമൗണ്ടുകൾ നമ്മളെന്ത് ചെക്ക് ചെയ്യുന്നു. ജസ്റ്റ് പെൻഡിങ്ങുള്ള എമൗണ്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചൈൽഡ് ഐ ഡി ഓൾ പെൻഡിങ് ഡിജിറ്റൽ ഇൻകം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ 489 ഓരോ ഐ ഡിയിലുള്ള ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ കാണാം 587 ബാലൻസ് ആയിട്ടുണ്ട്. ഓക്കെ, മദർ ഐ ഡിയിൽ അത്ര കാണില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് അവിടെ 2 ആഴ്ച പെൻഡിങ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് മദർ ഐ ഡി ആണ്. ആ മദർ ഐ ഡിയിൽ കയറാനുള്ള എമൗണ്ട് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസിൽ റിപ്പോർട്ട്, അതിൽ ഡിജിറ്റൽ പൂൾ ഇൻകം, ഇങ്ങനെ ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കാനുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പഴക്കമുള്ള ഡേറ്റ് കൊടുക്കുന്നു. ആദ്യം ഏതെങ്കിലും ഒരു പഴക്കമുള്ള ഒരു ഡേറ്റ് കൊടുക്കുന്നു. കഴിഞ്ഞ പോലത്തെ ഒരു ഡേറ്റ്, എന്തെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഡേറ്റ് ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഡേറ്റ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഫ്രം ഒരു പഴയ ഡേറ്റും കൊടുത്തു. ഓക്കെ, ഇവിടെ കാണാം 3/12/2022 ഡിജിറ്റൽ പൂൾ ഇൻകം കയറിയിട്ടുണ്ട്. ഗ്രോസ് ഇൻകം 103, 5 രൂപ അഡ്മിൻ ഫീ, ടോട്ടൽ ഡിഡക്ഷൻ 5 രൂപ, ബാക്കി 98 നമുക്ക് 13-ാം തീയതി കയറിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഡേറ്റ് എത്രയാണ്, 3-ന് കയറി, ഇന്ന് ഡേറ്റ് 11-ആണ്. അപ്പോൾ ഒരാഴ്ച കയറാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എനി പെൻഡിങ് ഡിജിറ്റൽ ഇൻകം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഡേറ്റ് പെൻഡിങ്ങിലുണ്ട്, ഡേറ്റ് കാണിക്കും. ഇതേപോലെ ഡേറ്റ് കാണിക്കും. ഇപ്പോൾ 10-ാം തീയതി 10/12/2022 എമൗണ്ട് കയറിയിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഓരോ ആഴ്ചത്തെയും വന്ന അവസാനം നോ പെൻഡിങ് ഡിജിറ്റൽ ഇൻകം, ഡിജിറ്റൽ പൂൾ ഇൻകം എന്ന് കാണുന്നവരെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ഓപ്ഷനിൽ. ഓക്കെ, അത് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡാഷ്ബോർഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് കയറുന്നതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാ 190, 2 ആഴ്ചത്തെ എമൗണ്ട് അവിടെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മദർ ഐ ഡി പോയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ബാക്കിയുള്ള ചൈൽഡ് ഐ ഡിയിലുള്ള എല്ലാ എമൗണ്ടും നമ്മൾ ഈ മദർ ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സ്പോട്ടിൽ തന്നെ നമ്മൾ അക്കൗണ്ടിലോട്ട് കയറും. വീണ്ടും ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാ 14,284 രൂപ മുഴുവനായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വിഡ്രോ കൊടുക്കുക, എത്ര എമൗണ്ട് വെച്ചാൽ ആ എമൗണ്ട് അടിച്ചു കൊടുക്കുക, ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ച് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.